എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. ജൂൺ 3-ാം തീയതി എന്ന് പറയുമ്പോൾ നാളെയാണ്. അപ്പോൾ നാളെ മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും, അതായത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതായിരിക്കില്ല. എന്നാൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അപേക്ഷയിലെ തെറ്റ് കാരണം സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ തരാത്തത് ആണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അതിനുശേഷം അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, അതായത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമുള്ള അവസരം ലഭ്യമായിരിക്കുന്നതാണ്. എന്നാൽ അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളും ഇല്ലാതെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനായിട്ട് പോവാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന്, അതായത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ വഴി നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അത് നിങ്ങൾക്കിപ്പോൾ നോ അലോട്ട്മെൻറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ നിലവിൽ പ്രത്യേകിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ജൂൺ 3-ാം തീയതി മുതൽ, ജൂൺ 3 എന്ന് പറയുമ്പോൾ നാളെയാണ്, അപ്പോൾ നാളെ രാവിലെ 10 മണി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം, അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷനും നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടത്, ആരൊക്കെയാണ് ടെമ്പററി അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള 3 ലിങ്കുകൾ കാണാം. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ കോട്ടകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് നോക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ SWS വിഭാഗത്തിൽ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ എങ്കിൽ അതുമാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് മാത്രം അപേക്ഷിച്ചവരാണെങ്കിൽ അതുമാത്രം നോക്കിയാൽ മതി. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ മാത്രം അപേക്ഷിച്ചവരാണെങ്കിൽ അതുമാത്രം നോക്കിയാൽ മതി. അതുപോലെ VHSCയിൽ മാത്രം അപേക്ഷിച്ചവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് മാത്രം നോക്കിയാൽ മതി. അതേസമയം നിങ്ങൾ ചില വിദ്യാർത്ഥികൾ ഈ ഒരു SWSയിലും അപേക്ഷിച്ചിട്ടുണ്ടാകും, സ്പോർട്സ് കോട്ടയിലും അപേക്ഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ 2 ലിങ്കുകളും കൃത്യമായിട്ട് അതിലെ റിസൾട്ട് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചവർ അതുകൂടി നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഏതൊക്കെ ലിങ്കുകൾ മുഖേനയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ലിങ്ക് വഴിയൊക്കെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക. അപ്പോൾ ഇങ്ങനെ പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇതിൽ നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യം അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇവിടെ SWS, അത് മെറിറ്റ് സീറ്റാണ്. ഇത് ഇവിടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, ഇവിടെ സ്പോർട്സ് കോട്ട. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുക. അതുപോലെ തന്നെ VHSCയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിൽ VHSCയിൽ എവിടെയെങ്കിലും, അതായത് ഈ ഒരു 4 വിഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു കിട്ടിയ സ്ഥലത്ത് നിങ്ങൾക്ക് പോയിട്ട് ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 3 വിഭാഗങ്ങളോ അല്ലെങ്കിൽ ഒന്നിലധികം സ്കൂളിലേക്കോ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്കിതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അഡ്മിഷൻ നേടാൻ പറ്റത്തുള്ളൂ. കാരണം അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ TC ഒക്കെ സ്കൂളിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ കോഴ്സാണ് കൃത്യമായിട്ട് നോക്കേണ്ടത്. ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്, എവിടെയാണ് അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങളുടെ താല്പര്യം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷനായിട്ട് നാളെ പോകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിൽ എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ SWS വിഭാഗത്തിലും അതുപോലെ MRS വിഭാഗത്തിലും അതുപോലെ സ്പോർട്സ് കോട്ടയിലും അതുപോലെ VHSയിലും 4ലും അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾ എവിടെ അഡ്മിഷൻ നേടേണ്ടി വരും എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഏത് കോഴ്സാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അതനുസരിച്ച് വേണം വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ നേടാനായിട്ട് പോവേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ എനിക്കിപ്പോൾ മെറിറ്റ് സീറ്റിലും കിട്ടി, അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിച്ചതുകൊണ്ട് അതിലും കിട്ടി, സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അതിലും കിട്ടി, VHSCയിൽ ആയതുകൊണ്ട് VHSCയിലും കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ഏത് ഒരു സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാലും ബാക്കിയുള്ള ഇടത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വീട്ടുകാരോട് ചോദിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ
ടീച്ചേഴ്സിനോട് ചോദിക്കുക. അത് നിങ്ങളെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടാകും, അവരോട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി നിങ്ങൾ ഏത് വിഭാഗത്തിൽ അഡ്മിഷൻ നേടുന്നതാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സ്, അതായത് ഇന്ന സ്ഥലത്തേക്ക് ആ ഒരു കോഴ്സ് മതി എന്നുള്ളൊരു ചിന്തയുണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് HSC വിഭാഗത്തിൽ, അതായത് VHSC അല്ല HSC വിഭാഗത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി HSC വിഭാഗത്തിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതേസമയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ SWSലും അതുപോലെ MRSലും സ്പോർട്സിലും അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ SWSലാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ ഇവിടുത്തെ ആ ഒരു അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യപ്പെടും. അതേസമയം ഞാനിപ്പോൾ ഇവിടെ അഡ്മിഷൻ നേടുന്നില്ല, ഞാനിപ്പോൾ സ്പോർട്സ് കോട്ടയിലാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ ഇവിടെയുള്ള SWSലെയും MRSലെയും അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എവിടെയാണോ അഡ്മിഷൻ നേടാനായിട്ടുള്ളത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ ഫസ്റ്റ് ഓപ്ഷനിൽ എനിക്ക് കിട്ടിയത് കൊമേഴ്സ് ആണ് കിട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കൊമേഴ്സ് ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് താല്പര്യം അതേ സെയിം സ്കൂളിൽ തന്നെ കൊമേഴ്സിലേക്ക് മാറാൻ, കൊമേഴ്സ് അല്ല കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറാനാണ്. നിലവിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊമേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അവിടെ അഡ്മിഷൻ നേടണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അതേസമയം നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനോ ഒക്കെ ആണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊമേഴ്സ് കിട്ടിയതുകൊണ്ട് നിങ്ങളവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫറിലാണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് ആ ഒരു സെയിം സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ കൃത്യമായിട്ട് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ആർക്കൊക്കെ നേടാം, അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ ആരൊക്കെ നേടണം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണോ കിട്ടിയത് എന്നത് സംബന്ധിച്ചുള്ള ആ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.